സാർ, ഈ ജോസ് മരിക്കുന്നതിന് മുമ്പ്, അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ഒരു ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മടിയാകാം, ലാത്തി, ക്ലബ്ബ്, വാക്കിംഗ് സ്റ്റിക്ക്, ചുറ്റിക, എനിത്തിങ്. വെറുമടിയല്ല, ലോഹം. അങ്ങനെ എന്തോ കൊണ്ട് അടിച്ചവന്റെ മോന്ത പൊട്ടിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ്. അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല. പിന്നെ കണ്ടാലറിയാം സാർ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ, ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും. IPS-കാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല. ഓഹോ, അതെന്താ സാർ? ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാര്, അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ, ചത്തവന്റെ ബോഡി വായിക്കാറില്ല. വേണോടാ? വേണ്ട. ഇനി വേറെന്തെങ്കിലും ഉണ്ട് സാർ. ചോദ്യങ്ങളാണ്. അത് ശരി. അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ? യെസ്, മർഡർ ആണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആവാം, അല്ലേ? അതെ സാർ, ഈ മഹാനഗരത്തിൽ ഒരു വർഷം 100 കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ. മർഡേഴ്സ്, അജ്ഞാത മൃതദേഹങ്ങൾ, അങ്ങനെ പലതും. അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല, ഒന്നോട്ട് തെളിയാറുമില്ല, അല്ലേ? അതെ. പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സാർ? നിങ്ങളോ അതോ നിങ്ങൾ ഇതേൽപ്പിച്ച മുഖ്യമന്ത്രി? ഇതിപ്പോ ഒരു മർഡർ ആണോ എന്ന് ചോദിച്ചാൽ CM-ന് അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് സാർ. നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. ബാക്കി വഴി അറിയണം. ചോദിക്കും. ആരോട്? മുഖ്യമന്ത്രിയോടോ? എന്നാ സാർ ചോദിക്കണോ? പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പനെ? നമുക്കൊന്ന് ചോദിച്ചാലോ സാർ? ഇവനെന്റെ തല തെറിപ്പിക്കും. രാത്രി ഗസ്റ്റ് ഹൗസില് CM-നെ കാണുന്നു. ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് 9 PM. ലാൽ സലാം.